നമ്മളിപ്പോ എത്തി നിൽക്കുന്ന സ്ഥലം പനവിള എന്ന് പറയുന്ന സ്ഥലമാണ്. പനവിള. അപ്പോ ഇവിടെ ഒരു വാർത്ത വരുന്നുണ്ട്. MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. ഫസ്റ്റ് വൺ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഹൃദയം കൊണ്ടുപോകുന്നത്. വാഹനാപകടത്തിൽ മരിച്ച 33-കാരനായ കൃഷ്ണലാലിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, വീണ്ടും ഒരു അവയവമാറ്റ, അതും 5 പേർക്ക് ജീവനേകാൻ പോവുകയാണ് കൃഷ്ണലാലിന്റെ അവയവങ്ങൾ. എപ്പോഴാണ് ഈ അപകടം നടന്നത്? എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് പ്രതീഷ്? അരുൺകുമാർ, തിരുവനന്തപുരം ഒരുവാതിൽക്കോട്ട സ്വദേശിയായ കൃഷ്ണലാലിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിലാണ് കൃഷ്ണലാലിന് ഗുരുതരമായി പരിക്കേറ്റത്. 33 വയസ്സാണ് കൃഷ്ണലാലിന്റെ പ്രായം. ഈ സൈക്കിളിൽ സഞ്ചരിക്കവേ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റു. കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടുകൂടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധത അറിയിച്ചതോടെയാണ് കൃഷ്ണലാലിലൂടെ പല ആളുകൾക്കും പുതുജീവൻ ലഭിക്കുന്നത്. കൃഷ്ണലാലിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ റിട്രീവൽ നടപടികൾ കിംസ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കോട്ടയത്തേക്ക് കൊണ്ടുപോകുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കിഡ്നി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും, ഒരു കിഡ്നിയും ലിവറും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്കുമാണ് ലഭിക്കുന്നത്. കോർണിയ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും കൈമാറുമെന്നതാണ് നിലവിൽ കേസോട്ടോ അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും ദുഃഖത്തിന് ഒപ്പവും ഒരു ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. കാരണം കൃഷ്ണലാലിന്റെ മരണം അത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ മരണത്തോടു കൂടി മറ്റു പലർക്കും പുതിയ ജീവൻ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്വജീവിതം അന്യനുതകുന്ന വിധത്തിൽ, അല്ലേ? ആ വാർത്തകളൊക്കെ ഒരർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയല്ലോ, പാതിയിൽ കണ്ണീരും പാതിയിൽ പുഞ്ചിരിയും തരുന്ന വാർത്തകളാണ്. എന്തായാലും കൃഷ്ണലാലിന്റെ മരണം നിർഭാഗ്യകരമാണ്. ആ കൃഷ്ണലാലിന്റെ ജീവിതം കൊണ്ട് പക്ഷേ 5 പേർക്ക് ജീവനുണ്ടാവുന്നു എന്നുള്ളതാണ്.